കണ്ട റീൽസുകളിൽ ഏറ്റവും മനോഹരമായി എനിക്ക് ഫീൽ ചെയ്ത റീലാണിത്. കുറേ ആൾക്കാർ റോട്ടിൽ കൂടെ പോയെങ്കിലും ആ ഗ്ലാസ് കുടുങ്ങിയ ആ മൃഗത്തെ രക്ഷിക്കാൻ ഒരു ബൈക്കുകാരൻ ലാസ്റ്റ് വണ്ടി നിർത്തി രക്ഷിക്കേണ്ടി വന്നു. നമ്മൾ ഈ റീൽസിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ലോകമാണ്, നമ്മളെ മാതിരിയല്ല. ഗ്ലാസ് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ തലയിടരുത്, അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും നോൽക്കറിയില്ല. മറിച്ച് മനുഷ്യന്മാർക്ക് അതറിയാം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് കണ്ട അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി തലയിട്ടോ ഇല്ലല്ലോ. കാരണം അത് തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും നമുക്കത് തന്നു. പക്ഷെ മൃഗങ്ങൾക്ക് ദൈവം അത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സഞ്ചരിക്കണ വഴിയോരങ്ങളിലോ വഴിപ്പാതകളിലോ ഇങ്ങനെ വല്ല മൃഗങ്ങളും പെട്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് രക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുക. എന്നിട്ട് തിരിച്ച് ഉപദ്രവമൊന്നും കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും രക്ഷിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ വണ്ടി കയറിയിട്ട് റോട്ടിൽ ചത്ത് കിടക്കണ്ടാവും, അതെടുത്തൊന്ന് ജസ്റ്റ് മാറ്റി വെക്കുക. കാരണം ആ ശവത്തുമ്മ കൂടെ മാറ്റി വെച്ചിട്ട് വീണ്ടും വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങും. ഒരു പക്ഷേ ദൈവം നമ്മുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യമായിട്ട് കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ചില്ലറ സംഭവങ്ങളായിരിക്കും. ഒരു പട്ടിക്ക് വിശന്നകന്ന് ദാഹിച്ച് വലഞ്ഞൊരു പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് ഒരു സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിച്ചത്. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് ഉപദ്രവിച്ചൊരു സ്ത്രീയാണ് നരകത്തിലും പോയത്. അതുകൊണ്ട് മൃഗങ്ങളാണ്, അവർക്ക് വിവേകമില്ല. അത് തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ട്. അവരെ സഹായിക്കുക. സ്നേഹത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒരു മനസ്സ് ഇങ്ങനത്തെ സന്ദർഭങ്ങൾ കണ്ടാൽ നമ്മിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി രൂപപ്പെടുത്താൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ്.